الحمد لله رب العالمين الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികൾ സൃഷ്ടാവും പരിപാലകനുമായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും ഈമാനോടുകൂടി ഈ ലോകത്തോട് യാത്ര പറയുവാനും അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസം കൊണ്ട് ഒരാൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ നേട്ടം എന്താണ് എന്ന് ഈമാൻ എന്ന് പറയുന്ന വിശ്വാസത്തെ സൂചിപ്പിക്കുന്ന ആ പദത്തിൽ തന്നെയുണ്ട്. ഈമാനുള്ളവനെയാണ് നമ്മൾ മുഅ്മിൻ എന്ന് പറയുക. അതിൻ്റെ അടിസ്ഥാന പദം അംന് എന്ന് പറയുന്നതാണ്, നിർഭയത്വമാണ്. ഒരു വിശ്വാസി എല്ലാ അർത്ഥത്തിലും നിർഭയനാണ്. അഭൗതികമായ രൂപത്തിൽ തനിക്ക് ഗുണമോ ദോഷമോ അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നും എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അകാരണമായ ഭയങ്ങളിൽ നിന്നും ഭയപ്പാടുകളിൽ നിന്നും മുക്തി ലഭിക്കുകയും ചെയ്യുന്നു എന്നതാണ് തൗഹീദ് ഒരാളുടെ മനസ്സിൽ കയറുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ അത് ഏകനായ അള്ളാഹുവെ മാത്രം ഭയപ്പെടുകയും അവന് മാത്രം കീഴ്പ്പെടുകയും നന്മതിന്മകളെല്ലാം അവനിൽ നിന്നാണ് എന്ന് പ്രതീക്ഷിക്കുകയും അങ്ങനെ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുക. നമസ്കാരത്തിന് ശേഷം നമ്മൾ അതിങ്ങനെ പ്രഖ്യാപിക്കുകയാണ്, അള്ളാഹുവോട് ഏറ്റു പറയണം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദല ലിമാ ഹക്കംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അത് ചുരുങ്ങിയ പക്ഷം നമ്മൾ ആദ്യത്തെ ആ ഭാഗമെങ്കിലും പറയാറുണ്ട്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. പടച്ചറബ്ബേ, നീ തരാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തെ തടഞ്ഞു വെക്കുവാനോ നീ തടഞ്ഞു വെച്ച ഒരു കാര്യത്തെ വാങ്ങിത്തരുവാനോ ആരുമില്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഒക്കെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട, പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങളാണ്. നിന്റെ കഴിവിന്റെ അടുക്കൽ ഒരാളുടെയും കഴിവും ശക്തിയും വിലപ്പോവുകയില്ല. അങ്ങനെയുള്ള എല്ലാ കഴിവും ശക്തിയും നിനക്ക് മാത്രമാണ് ഉള്ളത്. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് കൃത്യമായി അവർക്ക് ധാരണയുണ്ടായിരിക്കേണ്ട ധാരാളം വിഷയങ്ങളിൽപ്പെട്ട ഒന്നാണ് മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന പൈശാചികമായ ദുർബോധനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അറിവെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവില്ലാതെ വരുമ്പോൾ
പലതരത്തിലുള്ള ഭയപ്പാടുകളും നമ്മളെ പിടികൂടും. നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർക്ക് പല അന്ധവിശ്വാസങ്ങളിലേക്കും അത്യാചാരങ്ങളിലേക്കും അധർമ്മങ്ങളിലേക്കും അപകടങ്ങളിലേക്കും. കാസർഗോഡുണ്ടായ സംഭവം നമുക്കറിയാം. സ്വർണം ഇരട്ടിപ്പിക്കുമെന്ന് മന്ത്രവാദി അല്ലെങ്കിൽ ജിന്ന് പൂജകയായ ഒരു സ്ത്രീ പറയുമ്പോൾ അതിൽ പോയി വീണ് അതിൽ പ്രതീക്ഷയർപ്പിച്ച് അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നത് ആരാണ്? വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളല്ല, തറവാടില്ലാത്ത ആളുകളില്ല, നാട്ടിൽ പേരും പ്രശസ്തിയും ഇല്ലാത്ത ആളുകളല്ല. ഇതൊക്കെ ആളുകൾ തന്നെയാണ്. പലപ്പോഴും മഹലിലൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ്, മഹല്ല് കമ്മിറ്റിയിലുള്ള ആളുകളാണ്, മഹല്ലിന്റെ ഭാരവാഹികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പൈശാചികമായ ദുർബോധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പിശാചുണ്ടാക്കും. ആ പിശാച് അഭൗതികമായ ഒരു ശക്തി എന്നുള്ള നിലയിൽ ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ്. കാന മിനൽ ജിന്നി ഫഫസക അൻ അംരി റബ്ബി. അല്ലാഹുവുമായി ഇങ്ങനെ ഉടമ്പടി ഉണ്ടാക്കി. സൂറ ഹിജ്റിലെ ഏതാണ്ട് 13ഓളം ആയത്തുകളിൽ വിശുദ്ധ ഖുർആൻ ആ സംഭവം വിശദമായി പറയുന്നുണ്ട്. 30 മുതൽ 43 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹുവുമായി കരാറ് വാങ്ങി അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനായി ഇനി ഭൂമിയിലുള്ള മനുഷ്യന്മാരൊക്കെ പിഴപ്പിക്കുക എന്നുള്ളത് ഒരു അജണ്ടയായി ഏറ്റെടുത്തിട്ട് ആ മൂപ്പര് പുറത്തേക്ക് വന്നത്. പിശാചും അവന്റെ സൈന്യവും, ശൈത്താൻ, ഇബ്ലീസ്, അവന്റെ സൈന്യം. അവൻ ഒരാൾ മാത്രമല്ല, ഒരു കൂട്ടമാണ്. എന്നാൽ പടച്ച റബ്ബ് ആ സംഭവങ്ങളെല്ലാം വിശദീകരിക്കുന്നിടത്ത് സൂറത്ത് ഹിജ്റ 42-ാമത്തെ ആയത്തിൽ പറഞ്ഞു, എന്റെ യഥാർത്ഥ ദാസന്മാരുടെ മുകളിൽ നിനക്ക് യാതൊരു ആധിപത്യവും ഉണ്ടായിരിക്കുകയില്ല. സുൽത്താൻ, സുൽത്താൻ എന്ന് പറഞ്ഞാൽ പവറാണ്, കഴിവാണ്, ശക്തിയാണ്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്റെ യഥാർത്ഥമായ ഇബാദുകളുടെ മുകളിൽ, അടിമകളുടെ മുകളിൽ നിനക്ക് യാതൊരു ആധിപത്യവുമില്ല, സ്വാധീനവുമില്ല. ഇല്ലാ മനിത്തബഅക മിൻഹുൽ ആവീൻ മിനൽ ആവീൻ, ഇല്ലാ മനിത്തബഅക മിനൽ ആവീൻ. ആർക്ക് മാത്രമാണ് ആരെ മാത്രമാണ് നിനക്ക് സ്വാധീനിക്കാൻ കഴിയുക? നിന്നെ പിൻപറ്റിയ ദുർമാർഗികളായ ആളുകൾക്ക് മാത്രമേ നിന്റെ സ്വാധീനത്തിൽ പെടാൻ കഴിയുകയുള്ളൂ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറ അറാഫിലെ 27-ാമത്തെ ആയത്തിൽ നമ്മളോടുള്ള ഖുർആന്റെ ഉപദേശം എന്താണ്? യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, നിങ്ങളെ പിശാച് കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ, ഫിത്നയിലാക്കാതിരിക്കട്ടെ. അങ്ങനെ നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ പിശാചിന് കഴിയും. പിശാച് നിങ്ങളെ അങ്ങനെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. അവിടെ ഖുർആൻ പ്രയോഗിച്ച വാക്കെന്താ? ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, അങ്ങനെ ഫിത്നയിലാക്കാതിരിക്കട്ടെ എന്ന്. ഏതുപോലെ? കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. അത് പിശാചിന്റെ പണിയാണ്. പിശാച് പോയിട്ട് ദുർബോധനം നടത്തുകയാണ്. ആ പഴം കഴിച്ചാൽ ഒരു വലിയ സംഭവമുണ്ട്. ഒരിക്കലും തന്നെ ഈ സ്വർഗത്തിൽ നിന്ന് ഒരു കാലത്ത് നിങ്ങൾ പുറത്താവൂല, നിങ്ങൾക്ക് ഇവിടെ സ്ഥിരവാസമുണ്ടാകും. അതുകൊണ്ട് അത് കഴിച്ചോളി എന്ന് പറയണം. അങ്ങനെ ദുർബോധനം നടത്തി നമ്മുടെ മാതാപിതാക്കളെ കൊണ്ട് ആ പഴം ഭക്ഷിപ്പിച്ചു. അങ്ങനെ ആ ദുർബോധനത്തിന് അവർ വശംവദരായി. അവർ അള്ളാഹുവോട് പശ്ചാത്തപിച്ചു. അള്ളാഹു അവനോട് പൊറുക്കലിനെ തേടി. വിശുദ്ധ ഖുർആൻ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ അവൻ സ്വാധീനിക്കാതിരിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ അറാഫിൽ അള്ളാഹു നമുക്ക് ഉത്ബോധനം നൽകുകയാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്ന, അവനെ തെറ്റുകുറ്റങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന, വേണ്ടാത്ത ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും അവനെ നയിക്കുന്ന, അങ്ങനെ പിശാച് മനുഷ്യന്റെ ജീവിതത്തിൽ ആ രൂപത്തിൽ ഇടപെടും. അവൻ ജിന്നുവർഗത്തിൽപ്പെട്ടവനാകുന്നു. അവൻ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഭൗതികമായി ഇടപെടുന്ന ഒരു ശക്തിയല്ല. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്? അങ്ങനെയുള്ള ദുർമന്ത്രങ്ങളിൽ നിന്ന്, സ്വാധീനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ പോലും സൂറത്തുൻ നഹ്ൽ വിഷയം പറഞ്ഞു. സൂറത്തുൻ നഹ്ൽ 98-ാമത്തെ ആയത്തിൽ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫഇദാ ഖറഅതൽ ഖുർആൻ
فاستعذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم എന്നുള്ള ഇസ്തിആദത്ത് നടത്തിയിട്ടാണ് നിങ്ങൾ. അതിനാണ് ഇസ്തിആദത്ത് എന്ന് പറയാം. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പൈശാചികമായ, കാരണം അല്ലാഹുവിന്റെ കലാമാണ്, അവൻ നമ്മോട് സംസാരിക്കുകയാണ്. ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അയാൾ മനസ്സിലാക്കേണ്ടത് എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുകയാണെന്നാണ്. പലപ്പോഴും ഖുർആനൊക്കെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആ വഖാറത്ത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഖുർആൻ ഇങ്ങനെ കൈ പിടിച്ച് ആൾക്കാരോട് വർത്താനം പറയാ, ഖുർആൻ നിലത്ത് വെക്കുക, ഖുർആന് അതിന് കൽപ്പിക്കേണ്ട ബഹുമതി കൊടുക്കാതിരിക്കുക, അപ്പുറത്ത് ന്യൂസ് ഓണാക്കിയിട്ട് ഖുർആൻ പാരായണം ചെയ്യുക, അതൊന്നും നടക്കും. അത് നടക്കും. ഖുർആൻ പാരായണം ചെയ്യുന്നതിനിടയിൽ കുട്ടികളോട് വർത്താനം പറയാ, അടുക്കളയിലെ കാര്യങ്ങൾ പറയാ, അതെല്ലാം വിശുദ്ധ ഖുർആനോടുള്ള ഹുർമത്തിന് ഭംഗമേൽക്കുന്ന കാര്യങ്ങളാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ബോധം എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുകയാകുന്നു. നാട്ടിലൊരു പ്രമാണിയുമായി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എംഎൽഎന്റെ അടുത്ത് പോയി, എംപിന്റെ അടുത്ത് പോയി, വേണ്ട ഒരു പഞ്ചായത്ത് മെമ്പറെ വീട്ടിൽ പോയി എങ്ങനെ സംസാരിക്കാം? ആ ഗൗരവം പോലും പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. അത് തുടങ്ങേണ്ടത് എങ്ങനെയാ? അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് ശരണം തേടിക്കൊണ്ട്. അപ്പോ പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് ശരണം തേടുവാൻ, രക്ഷ തേടുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമതായി പ്രാർത്ഥനകൾ പഠിപ്പിച്ച് നമ്മൾ പോകുന്ന വഴികളിൽ, നമ്മൾ ഇടപെടുന്ന മാർഗങ്ങളിൽ, നമ്മൾ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ എല്ലാം പൈശാചികമായ ദുർബോധനങ്ങളും പ്രേരണകളും ഉണ്ടാകുമ്പോൾ വീട്ടിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വലത്തേ കാല് വെച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ് പ്രാർത്ഥിച്ച് പടച്ചോനെ ഏൽപ്പിച്ചിട്ട് പോവുക. അതാണ് ഇതിനുള്ള പരിഹാരം റസൂലുള്ളാഹി പറഞ്ഞത്. അങ്ങനെ പൈശാചികമായ ദുർബോധനങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മലമൂത്ര വിസർജനം നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ. അവിടെ മനുഷ്യന്റെ ഔറത്ത് വെളിവാകുന്ന സ്ഥലമാണ്. പലപ്പോഴും നഗ്നരോ അർദ്ധനഗ്നരോ ഒക്കെ ആകുന്ന സ്ഥലമാണ്. വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഈ പ്രാർത്ഥനയാണ് പറഞ്ഞത്. അങ്ങനെ ആ പൈശാചികമായ ദുർബോധനത്തിൽ നിന്ന് രക്ഷ തേടുവാൻ, അതേപോലെ തന്നെ ഈമാനും തവക്കുലും ഉണ്ടാകണം ഒരാൾക്ക്. അള്ളാഹുവിനുള്ള യഥാർത്ഥ വിശ്വാസവും അവനിൽ പൂർണ്ണമായി വരമേൽപ്പിക്കുക. എന്ത് തന്നെ വന്നാൽ എന്റെ ജീവിതത്തിൽ എന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്റെ റബ്ബാണ്. ഒരു ശൈത്താനും ഒരു ചിന്നും ഒരു പിശാച്ചും ഒരു കരിങ്കുട്ടിപ്പാപ്പയും ഒരു ചേക്കുട്ടിപ്പാപ്പയും ഒരു കാളനും കൂളിയും എന്നെ ബാധിക്കുകയില്ല. എന്റെ ജീവിതത്തിൽ ഉപദ്രവം ഉണ്ടാക്കുകയില്ല. ഞാൻ എന്റെ റബ്ബിൽ തവക്കുലാക്കിയിട്ട് വലത്തേ കാലം വെച്ച് മുന്നോട്ടിറങ്ങ. ആ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ വാഹനത്തിൽ കയറിയത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വളാഞ്ചേരിക്കടുത്ത് വട്ടപ്പാറ വളവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പഴയ കാലത്ത് ഭയങ്കര വളവായിരുന്നു. അവിടെ ഇടക്കിടക്ക് വാഹനങ്ങൾ മറിയും. അപ്പൊ സാധാരണ കേൾക്കാറുള്ളത് വാഹനം എത്തുമ്പോ മുന്നിക്കൂടെ വെള്ളക്കുപ്പായത്തിലിട്ടൊരു ജിന്ന് പോകാറുണ്ടായിരുന്നു. ആരാ കണ്ടത്? അതൊന്നുമില്ല. അതിങ്ങനെ നാട്ടിൽ ഭയങ്കര, നമ്മളൊക്കെ ഒരുപാട് കാലം കേട്ട് പരിചയിച്ച്, ഞാൻ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇപ്പുറം താമസിക്കുന്ന ആളായതുകൊണ്ട് ഒരുപാട് കാലം ഞാൻ കേട്ടിട്ട് ഇവിടെ ഇരിക്കുന്ന പലർക്കും പരിചയം ഉണ്ടാവും. അതൊക്കെ നാട്ടിലൊക്കെ, നമ്മുടെ നാട്ടിലെ മുൻകാലത്ത് അവസ്ഥ ഉണ്ടായിരുന്നു. ജിന്ന് ബാധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, പിശാച് ബാധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കരിങ്കുട്ടിച്ചാത്തനും ചേക്കുട്ടിപ്പാപ്പയും അതിൽ നിന്ന് പരിഹാരം കിട്ടുന്നതിന് വേണ്ടി ആളുകൾ മഷിനോട്ടവും ശകുനം നോക്കലും മന്ത്രവാദികളുടെയും ഗണിതക്കാരുടെയും അടുത്തു പോകലും പ്രശ്നം വെക്കലും മാരണക്കാരനെ കണ്ട് സിഹറും മറുസിഹറും പൂജയും ഹോമവും മുട്ടറക്കലൊക്കെ ഉണ്ടായിരുന്നു. മുട്ടറക്ക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലാകെ ബുദ്ധിമുട്ടായപ്പോ ആ മുട്ടൊക്കെ പോയിട്ട് ഇറക്കുക. തേങ്ങ ഉടച്ചിട്ടൊക്കെ അടിച്ചിട്ട് ആളുകളുണ്ട്. തലങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് നല്ല ഉറപ്പുള്ള തേങ്ങ തലയിൽ എറിഞ്ഞു പൊട്ടിക്കള് പൂജാരി. മുട്ടിട്ട് ഇറങ്ങണ്ടേ, മുട്ടല്ല ചിലപ്പോ ജീവൻ തന്നെ ഇറങ്ങിപ്പോകും. അന്ധവിശ്വാസത്തിന്റെ രൂപം അങ്ങനെ. ഇതൊക്കെ നാട്ടിലുണ്ടായിരുന്നു. ഇതൊക്കെ അമുസ്ലിങ്ങളായ ആളുകളല്ല, മുസ്ലിം സഹോദരിമാർ, പണിക്കന്മാരുടെയും ഗണിതക്കാരുടെയും പ്രശ്നം വെക്കലുകാരുടെയും വീട്ടുമുറ്റങ്ങളിൽ വരി നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ രഹസ്യമായിട്ടേ പോവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരു ഗണിതക്കാരന്റെ അടുത്ത് മൻ അതാ അറാഫൻ ഔ കാഹിനൻ വസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു കണക്ക് നോട്ടക്കാരന്റെ അടുത്ത് പോയി, ഗണിതക്കാരന്റെ അടുത്ത് പോയിട്ട്
അയാൾ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിച്ചാല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിയതിൽ അയാൾ അവിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗാഫിറായി. ചെറിയ സംഗതിയാണ്. 40 ദിവസം നിസ്കാരം സ്വീകരിക്കൂല എന്ന വേറൊരു ഹദീസിൽ. 40 ദിവസം നിസ്കാരം സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ ആ 40 ദിവസവും മുസ്ലിം അല്ലെന്ന് അർത്ഥം. ഇന്നും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി വിഗ്രഹങ്ങൾക്ക് പൂജ അർപ്പിച്ച് നൈവേദ്യങ്ങൾ വാങ്ങുന്ന വർദ്ധധാരികളായ സ്ത്രീകൾ എങ്ങനെ ഉണ്ടായി? നേർക്കുനേരെ കാണാൻ കഴിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖു ഖബായിലു മിൻ ഉമ്മത്തി അൽ-ഔസാൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന കാലം വരുന്ന. ആ കാലം വന്നിട്ടുണ്ട്. പല വിഗ്രഹാരാധന കേന്ദ്രങ്ങളിലും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. മരത്തിന്റെ വേരും അങ്ങനെ പച്ച പുതപ്പ് കെട്ടിയിട്ട് അതിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, കല്ലിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ. പെരിന്തൽമണ്ണയിൽ മണ്ണറക്കാട്ടേക്ക് പോകുമ്പോ നാട്ടുകല്ല് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ എന്താ ഉള്ളത്? നാട്ടി നിർത്തിയ കല്ലാണ്. ആ കല്ലിനോട് പ്രാർത്ഥിക്കാൻ മുസ്ലിങ്ങൾ. അതിലൂടെ പോകുന്ന ആളുകൾ തന്റെ വാഹനത്തിന് അപകടം സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള നേർച്ചപ്പെട്ടിയിലേക്ക് പണം എറിയുകയാണ്. എവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളത്? തൗഹീദ് മനസ്സിൽ കയറാത്ത കുഴപ്പമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. ഇങ്ങനെ പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ജിന്നിലെ ഒന്നാമത്തെ ആയത്ത് എന്താ? റസൂലുള്ളാഹി വിശുദ്ധ ഖുർആന്റെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ സഹാബികൾക്ക് വേണ്ടി അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അവിടെ വന്നിട്ട് ജിന്ന് വർഗത്തിൽപ്പെട്ട ചിലരൊക്കെ ഈ ഖുർആൻ കേട്ടു. അത് നബി അറിഞ്ഞിട്ടില്ല. എന്താ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ജിന്നിലെ ഒന്നാമത്തെ ആയത്ത്? ആ ആയത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഖുൽ, പ്രവാചകരെ അവരോട് പറയുക, ഊഹിയ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെട്ടു. ആര് വഹി നൽകി? അല്ലാഹ് അറിയിച്ചു കൊടുത്തു. എന്താ അറിയിച്ചു കൊടുത്തത്? അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ട ചിലര് താങ്കളുടെ അടുത്ത് വന്നു, അവിടെ ഒരുമിച്ച് കൂടി. അവര് ഖുർആൻ കേട്ട് താങ്കളിൽ നിന്ന് ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ നജബാ. ജിന്നുകൾ പരസ്പരം എന്താ പറഞ്ഞത്? അത്ഭുതകരമായ ഖുർആൻ ഞങ്ങൾ കേട്ടു എന്ന്. ജിന്നുകൾ അത്ഭുതം കൊണ്ടു എന്ന് അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അറിയിച്ചു കൊടുത്തപ്പോഴാണ് ജിന്നുകളോട് വന്നപ്പോൾ ആരറിഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞത്. ഖുർആൻ സൂറത്ത് ജിന്നിൽ ഒന്നാമത്തെ ആയത്. നമ്മൾ നേർക്കുനേരെ കാണുക, മോട്ടോർ സൈക്കിൾ കയറി പോവുക, ബസ്സിന്റെ മുന്നിൽ കൂടി പോവുക, ഓന്റെ ശരീരത്തില് അത് കേറി കൂടിക്കണ്, അതിനെ ഇറക്കുക. ഇത് കേറിയത് അതാണെന്ന് ആരാ പറഞ്ഞത്? അപ്പൊ ഒരു സംഭവം ഉണ്ടായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്ത്രീ വന്നു. പലപ്പോഴും പറയാറുള്ള സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൈക്കുഞ്ഞുമായ ഒരു സ്ത്രീ വന്നു. ആ കുട്ടി നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തന്റെ വലത് കൈ കൊണ്ട് ആ കുട്ടിയുടെ നെഞ്ചത്ത് തടവി, അല്ലെങ്കിൽ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ശത്രുവേ, പുറത്തേക്ക് പോ. അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാകുന്നു. നമ്മളടുത്ത് ഒരു കരയുന്ന കുട്ടിനേറ്റ് വന്ന് നമ്മൾ എന്താ ചെയ്യാ? അന റസൂലുള്ളാഹ് അറിയാം. അന കുഞ്ഞിപ്പോക്കരാക്കാൻ അറിഞ്ഞു. ഇത് അള്ളാഹുവിന്റെ ഈ സംഭവം ഉദ്ധരിക്കുന്ന റിവായത്തിൽ 2 സംഭവങ്ങൾ വേറെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്ന രണ്ടാമത്തെ സംഭവം, അങ്ങനെ റസൂൽ സഹാബികളോട് പറഞ്ഞു, മൂത്രമൊഴിക്കാൻ സൗകര്യം ഉണ്ടെന്ന് പോയേക്കാൻ പറഞ്ഞു. അപ്പം മൂത്രമൊഴിക്കുമ്പോ ഇങ്ങനെ വെളിവായ സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ സഹാബികൾ വന്നിട്ട് പറഞ്ഞു, നബി അവിടെ ഒന്നുമില്ല, അവിടെ 2 ഈത്തപ്പനകൾ മാത്രമുണ്ട്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, എങ്കിൽ ആ ഈത്തപ്പന മരങ്ങളോട് രണ്ടും ചേർന്ന് നിൽക്കാൻ പറയുക. അപ്പൊ ആ 2 ഈത്തപ്പന മരങ്ങളും ഞാൻ ചേർന്ന് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് അവിടെ മൂത്ര വിസർജനം നടത്തിയിട്ട് തിരിച്ചു വന്നു. 2 നമ്മൾ പറഞ്ഞ ഈത്തപ്പന കൂടിക്കോ. മൂന്നാമത്തെ ഒരു സംഭവം അതേ റിവായത്തിൽ പറയുന്നത്, ചാവാലിയായ ആരോഗ്യമില്ലാത്ത ഒരു ഒട്ടകം, അതിന്റെ യജമാനന് ഭക്ഷണം കൊടുക്കാതെ നോക്കാതെ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നടക്കാൻ പോലും കഴിയാതെ അതിങ്ങനെ മുക്രയിട്ട് വന്നപ്പോ ആളുകളൊക്കെ അതിനെ ശല്യപ്പെടുത്തിയപ്പോ റസൂലുള്ളാഹി അറിഞ്ഞപ്പോ ആ ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൊത്തി അടിച്ചു. ആ ഒട്ടകം നല്ല ആരോഗ്യമുള്ള ഒരു യുവാവായ ഒട്ടകമായി ഓടിപ്പോയി. ഈ 3 സംഭവങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട സംഭവമാണ്.
ഇനി ആ റിപ്പോർട്ടിൽ തന്നെ ഹുകുമുൽ ഹദീസ് ലഈഫൻ വമത്നുഹു മുദ്തരിബ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിന്റെ ആശയം സംശയാസ്പദമാണ്, അതിന്റെ റാവികളിൽ റൗഫുള്ള ആളുകളുണ്ട് എന്നും സ്വഹീഹാണെന്ന് വെക്കുക. സ്വഹീഹാണ് എന്ന് സമ്മതിച്ചാൽ തന്നെ ഈ മൂന്ന് സംഭവങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. സാമാന്യവൽക്കരിക്കാൻ പറ്റൂല. മൂസാ നബി അലൈഹി സ്വലാം അടികൊണ്ടടിച്ചപ്പോ അയ്യൂന് മൂസ 12 ഉറവകൾ ആ പാറക്കല്ലിൽ നിന്നും 12 ഗോത്രങ്ങൾക്കായി പൊട്ടിയൊഴുകി. നമ്മളടിച്ചാൽ വരുമോ? വരുമല്ലോ. പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്മാരാണ് എന്ന് സാക്ഷീകരിക്കുന്നതിനുള്ള തെളിവുകൾ കൂടിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നുണ്ടായ ഈ സംഭവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. മറ്റൊന്ന് ഒരു കാര്യം പലപ്പോഴും ഇന്നൊക്കെ നടക്കുന്ന ചർച്ചയിൽ പറയാറുള്ളത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അങ്ങനെ പിശാച് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ കയറിയിട്ട് രക്തത്തിലൂടെ എല്ലാം പിശാച് സഞ്ചരിക്കും എന്നല്ലേ ആ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ കളവ് പറയുമെന്നാണ്. അത് قال رسول الله صلى الله عليه وسلم إن الشيطان يجري من الإنسان مجرى الدم. أم المؤمنين صفية بنت حيي رضي الله عنها ഉദ്ധരിക്കുന്ന ഹദീസിലാണ് ആ സംഭവം പറയുന്നത്. തീർച്ചയായും രക്തചംക്രമണം പോലെ പിശാച് മനുഷ്യന്റെ ശരീരത്തിലെല്ലാം സഞ്ചരിക്കും. ഈ ഹദീസിനെ ഇസ്ലാമിക ലോകം പല രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാ സമയത്തും ഓന്റെ കൂടെയാണെന്ന് പറയാൻ അർത്ഥം, ഞാൻ എല്ലാ സമയത്തും അവന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അയാൾ കത്തുസുഖം ഉണ്ടാവും അർത്ഥം. അയാളുടെ ബെഡ്റൂമിൽ കിടക്കാൻ പോകുമ്പോണ്ടാവും അർത്ഥമുണ്ടോ? ആ പ്രയോഗം നമ്മൾ മനസ്സിലാക്കണം. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണെന്ന് പറയുന്ന അർത്ഥം കാലിനെ പൊക്കി സ്വർഗം കാണുന്ന ഹദീസുകൾ നമ്മൾ അതിന്റെ ആശയതലത്തിലൂടെ വായിക്കേണ്ടതുണ്ടെന്നാണ്. പിശാച് മനുഷ്യനെ വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിശാച് മനുഷ്യനെ അത്രമേൽ ക്ലോസ് ആയിട്ട് എല്ലായിടത്തും ഉണ്ടാവും. പിശാച് മനുഷ്യനെ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ എല്ലാ ഭാഗത്തും വിശുദ്ധ ഖുർആനില് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് പിശാച് മനുഷ്യനെ അവന്റെ വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും വരുന്ന പിന്നെ ഏതോ ഒഴിവുള്ളത് സൂറത്ത് അറാഫിലെ 17-ാമത്തെ ആയത്ത്. എന്താ ഖുർആൻ പറഞ്ഞത്? മുൻഭാഗത്തുകൂടെയും വരും പിൻഭാഗത്തുകൂടെയും വരും. അപ്പൊ അവിടെ രണ്ടിടത്തും കഴിഞ്ഞു. വലതുഭാഗത്തുകൂടെയും വരും ഇടതുഭാഗത്തുകൂടെയും വരും, യമീനും ഷിമാലും. അധികം ആളുകളെയും നന്ദി കെട്ടവരായി മാത്രമേ നിനക്ക് കാണാൻ കഴിയൂ എന്ന് പിശാച് അള്ളാഹുവോട് പറഞ്ഞ വാക്കാണ്. അവരുടെ മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും ഞാൻ വരും, അവരുടെ വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും ഞാൻ വരും, ഒന്നും ഒഴിവാക്കൂല. ഒരാൾക്ക് എവിടെയാണോ വീക്ക്നെസ് അവിടെ പിശാച് പിടിക്കുന്നർത്ഥം. അതാണ് ആ പറഞ്ഞത്, രക്തത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ. അത്രമേൽ പിശാച് നമ്മുടെ കൂടെ ഉണ്ടാകും. അതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദിക്റുകളും ദുആകളും ഇസ്തിആദത്തും അതേപോലെ തന്നെ പ്രാർത്ഥനകളും മറ്റെല്ലാ ശരണം തേട്ടങ്ങളും ഉറച്ച ഈമാനും തവക്കുൽ ബോധവും കൈമുതലായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് പരിഹാരം. സഹോദരങ്ങളെ, ആ രൂപത്തിൽ ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലാത്ത പൊടിപ്പുത്തുങ്ങലും വെച്ച് ശരീരത്തിൽ കയറലും ഇറക്കലും മന്ത്രവാദവും അതിന് പ്രത്യേകമായ കേന്ദ്രങ്ങളും അതിന് പ്രത്യേകമായ റാക്കികളും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട്. മന്ത്രവാദം നടത്തിക്കൊടുക്കുന്ന ആളുകൾ. നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകാത്ത ചില കാര്യങ്ങളൊക്കെ മനസ്സിന് പല തട്ടുകളുണ്ട് സഹോദരങ്ങളെ. മനസ്സിന് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ബോധമുള്ള മനസ്സാണ്. നമ്മൾ ആളുകളോട് വർത്തമാനം പറയുന്നു, സുഹൃത്തുക്കളുമായി കാര്യങ്ങൾ സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. ഇതൊക്കെ നമ്മുടെ പ്രത്യക്ഷമായ മനസ്സിന്റെ തലമാണ്. അതേപോലെ തന്നെ ഉപബോധ മനസ്സുണ്ട്, അൺകോൺഷ്യസ് ആയ ഒരു മൈൻഡ് നമുക്കുണ്ട്. നമ്മൾ എല്ലാവരോടും പറയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളോട് മാത്രം പറയല്ലോ, മാതാപിതാക്കളോട് മാത്രം പറയാത്ത ചില കാര്യങ്ങൾ ഭാര്യമാരോടും ഭർത്താക്കളും മാത്രം പറയല്ലോ. ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. ഇതേപോലെ തന്നെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കേട്ട ചില കഥകള്
ചില വേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ, നമ്മൾ ആരോടും പറയാതെ മറച്ചു വെച്ച രഹസ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിലുണ്ട്. അൺകോൺഷ്യസ് മൈൻഡാണ്. സ്വപ്നത്തിലൊക്കെ വരുന്ന പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടതാണ്. സ്വപ്നത്തിലുള്ള കാര്യങ്ങളൊക്കെ എവിടുന്ന വരുന്ന അറിയില്ല. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഒറ്റ സംഭവം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. മലപ്പുറം ജില്ലയിൽ സംഭവം ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ്. ഒരു വീട്ടില് രാവിലെ ഒരു കൈക്കുഞ്ഞിനെ കാണാതായി. അപ്പൊ കുട്ടിനെ കാണാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ സുബീക്ക്. അപ്പൊ എല്ലാ ദിവസവും സുബീക്ക് എണീറ്റ് പള്ളിയിൽ പോകുന്ന വെല്ലിപ്പാനെ സംശയിച്ചു. കാരണം ഈ വെല്ലിപ്പയും മരുമകളും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ വെല്ലിപ്പ കുട്ടിനെന്തോ ചെയ്തതാണ്. അങ്ങനെ ഭയങ്കര അന്വേഷണമായി കാര്യങ്ങളായി ഒക്കെ നോക്കിയപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മയ്യത്ത് കിണറ്റുന്ന് കിട്ടി, വീട്ടിലെ കിണറ്റുന്ന് കിട്ടി. പക്ഷെ അതിന് അന്വേഷണത്തിനൊടുവിൽ തെളിഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മാതാവിന് ഹിസ്റ്റീരിയയുടെ അസുഖം ഉണ്ടായിരുന്നു. ഹിസ്റ്റീരിയയുടെ അസുഖം എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഉണർച്ചയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരേപോലെ ചെയ്യും. ഉണർച്ചയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഉറക്കത്തിലും ചെയ്യും. അപ്പൊ ഉറക്കത്തിൽ കുട്ടീനെ എടുത്തിട്ട് ഈ രോഗാവസ്ഥയിൽ അതൊരു വിഭ്രാന്തിയാണ്, മാനസിക വിഭ്രാന്തിയാണ്. ഈ ഉമ്മ തന്നെ ആ കുട്ടിയെ കെട്ടിൽ കൊണ്ടുപോയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോ അടുത്ത വീട്ടിൽ കല്ലെടുത്തെറിയും. അതാ ചെയ്ത്താൻ എറിഞ്ഞു പറഞ്ഞു. ചെയ്ത്താനല്ല എറിഞ്ഞ, ഇയാളെ എറിഞ്ഞു. രാത്രി എഴുന്നേറ്റ് പോയി സ്ത്രീകളൊക്കെ അടുക്കളയിൽ പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ടേബിളിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് വന്ന് കിടന്നിറങ്ങും. രാവിലെ നീറ്റ് നോക്കുമ്പോ അടുക്കളയിലെ ടേബിളിന്റെ മുകളിലൊക്കെ ഭക്ഷണം ആരുണ്ടാക്കിയതാ? ആ ജിന്ന് വീട്ടിൽ തന്നെ ഉണ്ട്. ഈ രോഗമുള്ള ആളാണ്. ഇങ്ങനെ നമുക്ക് മനസ്സിലാകാത്ത മനസ്സിന്റെ ചില തലങ്ങൾ കൂടിയുണ്ട്. ഇതിനെയൊക്കെ ചിന്നുബാധയായി, പിശാച്ചുബാധയായി വ്യാഖ്യാനിക്കുമ്പോ അത് കയറിക്കൂടിയാണെന്ന് പറയുമ്പോ ഈ രോഗമുള്ള ആളുകൾ ചില അപശബ്ദങ്ങൾ ഉണ്ടാക്കും, പൂക്കലുകൾ ഉണ്ടാക്കും. അത് ചെയ്താൻ കൂക്കല്ല, ഈ രോഗമാണത്. അതിന് അയാളെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് കാര്യമില്ല, അടിക്കാൻ കൊണ്ടുപോയതിനെ പിടിച്ച് അടിക്കണം. അതാ വേണം. ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ, അതിന്റെ തൗഹീദിൽ നമുക്ക് ലഭിച്ച നിർഭയത്വം ഒരുപാട് നേതാക്കന്മാർ, പണ്ഡിതന്മാർ, മുജദ്ദിദുകൾ, മുവഹ്ഹിദുകൾ ഇതുപോലെയുള്ള മിമ്പറുകളിൽ നിന്ന്, പാൽക്കവലകളിൽ നിന്ന് അവരുടെ അധ്വാനവും ആയുസ്സും ചെലവഴിച്ചാണ് നാട്ടിൽ നിന്നൊക്കെ അടിച്ചോടിച്ചത്. അതിന് രണ്ടാമത് നമ്മൾ പരിഗണിച്ച് കൊണ്ടുവരരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന നിർഭയത്വം, ആ അമ്നുമായി ജീവിക്കുവാൻ സൗഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.